ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഞാനൊരു ആസക്ത രോഗിയാണ്. ഈ ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൊണ്ട് കൂട്ടായ്മയിൽ എത്താനും നിരന്തരം സഞ്ചരിക്കാനുമുള്ള ഒരു എളിമയും അനുഗ്രഹവും ഭാഗ്യവും ഒക്കെ കൂടി കൊണ്ട് ഞാൻ ഇന്ന് മദ്യത്തിൽ നിന്നും പുകയില എല്ലാത്തിൽ നിന്നും മാറി വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് സഹൃദയൻ. ഉദയംപേര് വോറ ഗ്രൂപ്പിൻ്റെ അംഗമാണ് നിലവിൽ. ഞാൻ ഈ മദ്യപാനം തുടങ്ങി രസമായിരുന്നു അതൊക്കെ. ചെറിയ പ്രായത്തിൽ തന്നെ വീഡിയോയിലേക്ക് തുടങ്ങി അതിനോടുള്ള ഒരു ആസക്തി ഇങ്ങനെ കുഞ്ഞുനാളിലെ മുതലേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായതൊക്കെ ഈ കൂട്ടായ്മയിൽ വന്ന് 5-6 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അതിൽ കൂടി പറയണ പടികളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എവിടെ നിന്നാണ് കൈവിട്ട് പോയെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ പുകവലിയിൽ നിന്നായിരുന്നു കാര്യങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ മനസ്സിലായത് പുകവലിയെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സന്തോഷം അനുഭവിച്ചറിയാൻ പറ്റുക. ആനന്ദം കുഞ്ഞുനാളെ മുതൽ കിട്ടേണ്ട ആ ഒരു ആനന്ദം കളഞ്ഞു കുളിച്ചൊരു വ്യക്തിയാണ് ഞാനെന്ന് ഇന്ന് മനസ്സിലാക്കുന്നത്. 9 വർഷമായിട്ട്, ലാസ്റ്റ് 9 വർഷമായിട്ട് പുകയില നിന്നൊക്കെ മാറി സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. മദ്യപാനം മാറിയിട്ടൊക്കെ ഇപ്പോൾ 19 വർഷം 11 മാസമായെങ്കിലും അന്നും നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. വലിച്ചോണ്ട് നടന്നപ്പോഴും കുടിച്ചോണ്ട് നടന്നപ്പോഴും സന്തോഷത്തിൽ നിന്നും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, നല്ല അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ജോലി കാര്യങ്ങൾ, എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബവും എല്ലാം നല്ലത് തന്നെയാണ്. എനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളത് പരിഹരിക്കാനുള്ള വഴികളിൽ കൂടി അങ്ങ് പോകുമ്പോൾ ഒക്കെ നടന്നു കിട്ടിയിട്ടുണ്ട്. നടത്തിയെടുക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്, നമ്മൾ സഹകരിച്ച് ചെയ്യും എന്നൊക്കെയാണ് ഇതെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഭംഗിയായിട്ടെല്ലാം നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം ദൈവമായിട്ട് ചെയ്ത് തന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് തന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നന്ദിയുള്ളവനാണ്. എല്ലാത്തിനോടും നന്ദിയുള്ളവനാണ്. അതിനുശേഷം വന്നതിന് ശേഷം എനിക്ക് പലതരത്തിലുള്ള അടികളൊക്കെ കിട്ടാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ കർമ്മബലം മൂലമുണ്ടായ കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാൻ പറ്റിയ ആത്മീയമായ ലൈനിൽ കൂടി സഞ്ചരിച്ചതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് വീണ്ടും തിരിച്ചു മദ്യത്തിലോട്ടൊന്നും പോകേണ്ടി വന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് ഈ കൂട്ടായ്മയിൽ കൂടിയുള്ള 12 പടികളിലൂടെയുള്ള യാത്ര, സേവനം ചെയ്ത് മറ്റുള്ളവർക്കും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് തന്നെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു നിസ്വാർത്ഥമായിട്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അതെ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിനുശേഷം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് തന്നു എന്നുള്ളത്, മരണതുല്യമായിട്ടുള്ള കാര്യങ്ങളും ചങ്ക് പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള സഹോദരങ്ങളുടെ പെരുമാറ്റം ഒക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം തോന്നാതെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ആത്മീയതയിലുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്നുള്ള രീതിയിൽ എനിക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ഇതെല്ലാം കടന്നു പോകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിക്കോട്ടിൻ അനോണിമസ് എന്നുള്ള കൂട്ടായ്മ തുടങ്ങാനും ഒക്കെ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കേരളത്തിൽ അതിനുള്ള ഒരു നിമിത്തമായി. ശ്രീമതി നിക്കോട്ടിൻ അനോണിമസ് ഇപ്പോൾ എറണാകുളത്ത് ഉദയംപേരൂർ 4 വർഷം കഴിഞ്ഞു. ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷം ആകാൻ പോകുന്നു. അതിലൂടെ എല്ലാം ഒത്തിരി ആൾക്കാർക്ക് ഈ സന്ദേശം എത്തിക്കാനും, അതായത് ആഗ്രഹം ഉണ്ടായിരുന്നവർക്ക് ഇതിൽ നിന്ന് മോചനം നേടാനും ഒക്കെയുള്ള ഒരു നിമിത്തമായി ദൈവം എന്നെ കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എൻ്റെ ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ഇനിയും 1-2 കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ജീവിതത്തിൽ. ഒന്ന് എൻ്റെ മരണം, ഒന്ന് എൻ്റെ മോളുടെ കല്യാണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം സേഫായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം മനുഷ്യന് സംഭവിക്കാവുന്ന പോലെ സംഭവിക്കുക. എൻ്റെ വൈഫാണെങ്കിൽ സെൻട്രൽ സ്കൂൾ ടീച്ചറാണ്. അവർ നല്ല ആരോഗ്യത്തോടു കൂടിയൊക്കെ ഇരിക്കുന്ന, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ ഈ പ്രോഗ്രാമിലായതുകൊണ്ട് അവർക്ക് ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ഭൗതികമൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും പ്രശ്നമില്ലാതെ എല്ലാം പോയി. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ കുഴപ്പങ്ങളായിരുന്നു തുടക്കത്തിലൊക്കെ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ, അതിനെല്ലാം തരണം ചെയ്ത് അപ്പോൾ ഈ കൂട്ടായ്മയിൽ കൂടെ പറഞ്ഞാൽ എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശരിയാവും എന്നുള്ള രീതിയിൽ പോയി 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 ഒരുവിധം എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് തന്നെ പറയാനുള്ളത് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും. ശരിയാകാത്തവരോട് എല്ലാം ശരിയാകും. ശരിയായവരോട് പറയാനുള്ളത് അത് ശരിയായത് വീണ്ടും ശരികേടിലോട്ട് പോകാണ്ടിരിക്കാൻ ഇതിനകത്ത് വന്നുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, സേവനം ചെയ്തുകൊണ്ടേയിരിക്കുക, ഈ മീറ്റിങ്ങിൻ്റെ പങ്കാളികളായിക്കൊണ്ടേയിരിക്കുക. നമ്മളിൻ്റെ ജീവിതം നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് ആ സന്ദേശം മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം.
നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി തന്നെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. തെറ്റ് പറ്റിയാൽ സമ്മതിക്കുക, പരിഹാരം ചെയ്യുക. അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. മനുഷ്യനാണ്, തെറ്റൊക്കെ പറ്റും. അപ്പോൾ അത് പറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കുകയും അതിൻ്റെ പരിഹാരം ചെയ്യുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. ആളാകാൻ വേണ്ടി നോക്കാണ്ടിരിക്കുക, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാണ്ടിരിക്കുക, നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം തന്നെ നമുക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. നമ്മളെപ്പറ്റി ആര് എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം. നമ്മളിൽ അഹങ്കാരം കയറി വരുമ്പോൾ നമ്മൾ തന്നെ സ്വയം അടങ്ങുക. അതായിരുന്നു നമ്മുടെ പ്രശ്നം, അഹങ്കാരം. നമ്മളെന്തോ ഒരു വലിയ സംഭവമാണെന്ന് ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാവും തോന്നൽ. ആ ഒരു തോന്നൽ അത് അത് എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം സന്തോഷം നമുക്കുണ്ടാവും. നമ്മൾ വട്ടപൂജ, ഞാനൊക്കെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളുടെ പ്രവൃത്തിയും വർത്താനവും എല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത് അത്രയ്ക്ക് അഹങ്കാരിയാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജും ഇത്രയും വർഷമായിട്ടുള്ള പെരുമാറ്റവും മനുഷ്യനെ ഇങ്ങനെയാക്കി മാറ്റിയെന്നുള്ള. പലരും വളരെ എളിമയോടുകൂടി അഭിനയിക്കുകയും അതൊക്കെ ചെയ്യും, അഭിനയം. പക്ഷെ നമ്മളൊക്കെ റിയൽ ആൾക്കാരാണ്. എങ്ങനെയാണോ അങ്ങനെ ആ രീതിയിൽ ജീവിച്ചതായതുകൊണ്ട് പേരുദോഷം കേട്ടു എന്നുള്ള, അഹങ്കാരി എന്നുള്ള രീതിയിലുള്ള. അതിപ്പോഴും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിലായാലും ഒക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. നമ്മളങ്ങനെ അല്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയാം. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി രാവിലെ പോകുന്ന എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.